ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് മാംഗോ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ശേഷം വളരെ സ്വീറ്റായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 2 മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേക ഷേപ്പൊന്നുമില്ല, നമുക്കത് മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ 2 മാങ്ങ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഭംഗിയിലൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത്. അതുപോലെ തന്നെ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സർ ജാർ എടുത്തിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 വലിയ മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം. ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാങ്ങയാവുമ്പോൾ ഒരുപാട് അടിക്കണ്ട. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. ഇതൊരു ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിക്കിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പോളം പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ പാല് ചേർത്ത് ലൂസാക്കേണ്ടത് കേട്ടോ. കാരണം നമ്മളിത് ബ്രെഡിൽ ഡിപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ലൂസിന് തന്നെ എടുക്കുക. ഇനി ഞാനൊരു ബൗൾ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോം ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബീറ്റർ ആകുമ്പോൾ വേഗത്തിലാകും, കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രെഡൊക്കെ എടുക്കാം കേട്ടോ. എനിക്കിവിടെ റൗണ്ട് ഷേപ്പിലുള്ള കിട്ടിയേക്കുന്നത്. പിന്നെ ഇത് വീറ്റിൻ്റെയാണ്. നിങ്ങൾക്ക് മൈദയുടെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ ഒരു മാംഗോ പൂരിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളതാണ് എടുത്തേക്കുന്നത്. റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം ബ്രെഡ്. എന്നിട്ട് ഈ ഒരു മാംഗോ പൂരി ആവാത്തോടത്തൊക്കെ നന്നായിട്ട് ഫില്ലുള്ള ഭാഗത്തൊക്കെ നമുക്ക് കുറേശ്ശെ ബ്രെഡ് പിച്ചി ഇട്ട് കൊടുത്തിട്ട് ഫില്ലാക്കണം കേട്ടോ. എന്നാലാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് 1 കപ്പ് ആ മാംഗോ പൾപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്കിത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആക്കണ്ട. അപ്പോൾ സാവകാശം നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലായിടത്തും നന്നായിട്ട് ഒരുപോലെ മിക്സായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സ് അടുത്ത ലെയറായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിത് 2-3 ലെയറൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിവിടെ എടുത്ത പാത്രം ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ 2-3 പാത്രത്തിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ബ്രെഡ്, അത് കഴിഞ്ഞ് മാംഗോ പൂരി, അത് കഴിഞ്ഞ് വിപ്പിംഗ് ക്രീം, പിന്നെയും ബ്രെഡ്, അതുപോലെ പിന്നെയും ആ ഒരു മാംഗോ പൂരി, വിപ്പിംഗ് ക്രീം, അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഓരോ ലെയറിൻ്റെ മുകളിൽ മാംഗോ പീസസും വെച്ച് കൊടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാൻ 2-3 പാത്രത്തിലായിട്ട് എടുത്തേക്കുന്നത്. ഞാനിവിടെ ചെറിയ ബൗളിലും സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടാനും ഒക്കെ ഇതുപോലെ ചെറിയ ബൗളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പിന് ബ്രെഡ് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 ഗ്ലാസോളം മാംഗോ പൂരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രെഡ് അത് കുടിക്കണം, നന്നായിട്ട് വലിയണം ബ്രെഡിലോട്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളൊരു മാംഗോ പീസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കറക്റ്റായിട്ട് നമ്മൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട്. മാംഗോ പൂരി തയ്യാറാക്കുക, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് സെറ്റ് ചെയ്യുക. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. വിരുന്നുകാരൊക്കെ വന്ന ടൈമിലും കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ.
ഇനി നമുക്കിത് 1 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വെക്കണം. എന്താ പറയുക, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുന്നതനുസരിച്ചിട്ടാണ് കുറച്ച് സെറ്റായിട്ട് ഇത് കിട്ടുക. പിന്നെ ഡെസേർട്ട് പുഡിങ് മാതിരി അത്രയും സെറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇനി 30 മിനിറ്റിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് തണുത്തപ്പോൾ തന്നെ എടുത്തു കേട്ടോ. കുട്ടികൾ സമ്മതിക്കാത്തതുകൊണ്ട് ചെറിയ പാത്രത്തിലാണ് ശരിക്കും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി. അപ്പോൾ ഇനി വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.